ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. സ്കൂളിലേക്കെല്ലാം കുട്ടികൾക്ക് കൊണ്ടുപോകുവാൻ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ ഒരു കടായിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലും എണ്ണയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയിൽ തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിടി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വലിയ ഒരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കനം കുറച്ച് കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ പീസാക്കി ചേർക്കുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 1/2 കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കാൻ മറക്കരുത്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം അടിയിലാണ് നിൽക്കുന്നത്. അത് കാരണം ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്ലെയിം കൂട്ടിക്കൊടുക്കുവാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടികളെല്ലാം കരിഞ്ഞ് അച്ചാറിൻ്റെ ടേസ്റ്റിൽ തന്നെ വ്യത്യാസം വരും. ഇനി ഇത് നല്ലോണം ഒന്ന് എല്ലാ ബീട്രൂട്ടിലോട്ടും ആകും വിധം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഹൈയിലിട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതുവരെയും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഹൈയിലോട്ട് മാറ്റാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇനി ഇത് വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 to 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഇത് നല്ലോണം വെന്തതിന് ശേഷം വേണം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ബീട്രൂട്ട് നല്ലോണം ഒരു 19% വെന്തതിന് ശേഷം വേണം ഇതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത്.
വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഒരുപാട് നേരം ഇത് വേവിക്കേണ്ട. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഈ വിനാഗിരി ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയായി. ഇതുപോലെ ഒരു വട്ടമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമായിരിക്കും. ഇതിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ചേർക്കുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കട്ട് ചെയ്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയും മുളക് പൊടിയുടെ അളവ് കുറക്കാവുന്നതുമാണ്. ഇതിൽ ഞാൻ അച്ചാർ പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അച്ചാർ പൊടിക്ക് പകരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അച്ചാർ പൊടി ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. കുട്ടികൾക്കെല്ലാം സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.